ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് ഇലോൺ മസ്ക്. ഡ്രഗ്സ് യൂസ് ചെയ്തതിനെ തുടർന്ന് പുള്ളിയുടെ യൂറിനറി ബ്ലാഡറിന് തകരാറ് സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യൂറിനറി ബ്ലാഡറിനെ സാരമായി എഫക്ട് ചെയ്യാൻ കഴിവുള്ള ഡ്രഗ് അതേതാണ്? കെറ്റമിൻ. കെറ്റമിൻ എന്നുള്ളത് ഒരു ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക് ആണ്, അതുപോലെ തന്നെ ഒരു അനാൽജസിക് ആണ്, അതുപോലെ തന്നെ ഇതൊരു ആന്റി ഡിപ്രസന്റ് ആണ്. ഇത് ഉള്ളിലേക്ക് പോയാൽ നമ്മളൊരു സ്വപ്നത്തിലേക്ക് എന്നതുപോലെ കടന്നു പോകും. നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മൾ ഡിസ്കണക്ട് ആകുന്ന ഒരു ഫീൽ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും നമ്മൾ ഡിറ്റാച്ച് ആകുന്ന ഒരു ഫീൽ നമുക്കുണ്ടാകും. സർജിക്കൽ പ്രൊസീജിയേഴ്സിലൊക്കെ കെറ്റമിൻ യൂസ് ചെയ്ത് വരുന്നുണ്ട്. TRD, ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് ഡിപ്രഷൻ ഉള്ള വ്യക്തികൾക്ക് കെറ്റമിൻ വളരെ കൺട്രോൾഡ് ആയിട്ട് കൊടുക്കാറുണ്ട്. അതായത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഒന്നും ഫലിക്കാത്ത പക്ഷം വളരെ ലിമിറ്റഡ് ഡോസേജ് കൺട്രോൾഡ് ആയിട്ട് കെറ്റമിൻ ഡിപ്രഷൻ ഉള്ള അതായത് TRD ഉള്ള വ്യക്തികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. വളരെ ഫാസ്റ്റ് ആക്ടിംഗ് ആന്റി ഡിപ്രസൻ ഡ്രഗ് ആണ് കെറ്റമിൻ എന്നുള്ളത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സൂയിസൈഡൽ ടെൻഡൻസി വരെ ഇത് നീക്കം ചെയ്യും. ഡിപ്രഷന്റെ സിംറ്റംസ് എല്ലാം നല്ല രീതിക്ക് തന്നെ കുറയ്ക്കും. പക്ഷേ ഇത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് അബ്യൂസ് ചെയ്യുന്ന വ്യക്തികളെ കാത്തിരിക്കുന്നത് വളരെ മാരകമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ്. കെറ്റമിൻ എക്സ്ക്രീഷൻ നടക്കുന്നത് 90% അധികവും യൂറിനിലൂടെയാണ്. കെറ്റമിൻ യൂറിനറി ബ്ലാഡറിനെ സാരമായിട്ട് അങ്ങ് ബാധിക്കും. ബ്ലാഡർ നന്നായിട്ട് അങ്ങ് ചുരുങ്ങും. ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിന് 400 മുതൽ 600 ml മൂത്രം വരെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി മൂത്രസഞ്ചിക്കുണ്ട്. കെറ്റമിൻ യൂറിനറി ബ്ലാഡറിനെ ബാധിക്കുമ്പോൾ വെറും 20 മുതൽ 30 ml മൂത്രം വരെ മാത്രമേ ബ്ലാഡറിന് ഹോൾഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് ബ്ലാഡർ നല്ല രീതിക്ക് അങ്ങ് ചുരുങ്ങും. സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ഉണ്ടാകുക. ഓരോ 10 മിനിറ്റിലും മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. എപ്പോഴും മൂത്രം ഒഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മൂത്രം ഒഴിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നീട് മൂത്രം ഒഴിക്കുമ്പോൾ രക്തമായിരിക്കും വരിക. ഓരോ ഡ്രഗിനും ഓരോ രീതിക്കുള്ള ഹാർംഫുൾ എഫക്ട്സ് ആണുള്ളത്. സേ നോ ടു ഡ്രഗ്സ്.